സന്തോഷമുള്ളവർ കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം കരപ്പിച്ചു. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ദൈവത്തിന്റെ മഹത്വം. നമ്മൾ ഒരു ഉപവാസ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഉപവാസം എന്നത് ദൈവത്തോട് കൂടെ വസിക്കുക എന്നുള്ളതാണ്. അത് ആര് പറയുന്നു എന്നുള്ളതല്ല, എന്ത് വാക്കുകളാണ് നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മളിൽ ഓരോരുത്തരും കഴിവുകളോ പ്രാഗൽഭ്യമോ അല്ല ദൈവം നോക്കുന്നത്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മളത് ഇവിടെ പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തെ തുടർന്ന ഒരു മെസ്സേജ് ആയിരിക്കും. നമ്മൾ സ്പെസിഫൈ ചെയ്ത് ഇന്ന ആൾക്ക് വേണ്ടി എന്നല്ല. ദൈവം ഒരാളെ കണ്ടിട്ടുണ്ട്. പൗലോസിനെ ഒരു മെസ്സേജ് പറയാൻ അയക്കുമ്പോൾ, കടൽക്കരയിലേക്ക് എത്തിക്കുമ്പോൾ, അതൊരൊറ്റ വ്യക്തി, ലുദിയ എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് വേണ്ടി മാത്രമായിരുന്നു ആ യാത്ര. എന്നാൽ ആ ലുദിയയിലൂടെയാണ് യൂറോപ്പ് എന്ന രാജ്യം മുഴുവൻ ദൈവത്തെ അറിയുവാനിടയായിത്തീരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു ആഗ്രഹത്തോടെ, നമ്മൾ ഒരു വചനം കേൾക്കുവാൻ ഇരിക്കുമ്പോൾ ആഗ്രഹത്തോടെ വാഞ്ചയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുക. ദൈവം നമ്മളെ ഓരോരുത്തരും ബലപ്പെടുത്തട്ടെ. കർത്താവിദാസൻ പറഞ്ഞതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ശുശ്രൂഷ പല വിധത്തിലുള്ള ശുശ്രൂഷകളാണ് ദൈവം നമ്മൾക്ക് ഓരോരുത്തർ നൽകി തന്നിരിക്കുന്നത്. എന്നാൽ ആ തെരഞ്ഞെടുപ്പ് എന്നത് കഴിഞ്ഞ രാത്രിയിൽ കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ വിളിയും തെരഞ്ഞെടുപ്പും എന്തെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിലെ അശുദ്ധിയാണോ, എവിടെയാണോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിലേക്ക് അടുക്കുവാൻ താമസമായി നിൽക്കുന്ന, പ്രയാസമായി നിൽക്കുന്ന വിഷയം എന്തെന്ന് നമ്മൾ കണ്ടെത്തി നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ വിളിയുടെയും തെരഞ്ഞെടുപ്പിന്റെയും മഹത്വം ഈ ദിവസങ്ങളിൽ മനസ്സിലാകട്ടെ. നമ്മൾക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിച്ച നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ എടുത്തു. കർത്താവേ, ഉപവാസത്തിന്റെ 3-ാം ദിനം കർത്താവെ, ആ ഇന്റർസെക്ഷൻ മീറ്റിംഗിൽ ഞങ്ങൾ കടന്നു വരുമ്പോൾ കഴിഞ്ഞ കർത്താവെ ദൈവമേ 1 മണിക്കൂറോളം ഞങ്ങൾ നിന്റെ പാദപീഠത്തിലായിരുന്നു. ദൈവമേ, ഞങ്ങൾക്ക് പാടുവാനും പ്രാർത്ഥിപ്പാനും കർത്താവെ അനേക വിഷയങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു. കർത്താവെ, ആ വിഷയങ്ങൾക്കെല്ലാം ദൈവമേ അങ്ങ് വിടുതൽ കൽപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങൾ വിശ്വാസത്തോടെ തിരുസന്നിധിയിലെടുത്ത് കർത്താവെ അടിയ തിരുവചനമായി നിൽക്കുന്നു. കർത്താവെ, കഴിവുകളൊന്നും എനിക്കില്ല, എന്നാൽ സ്വർഗമേ നീ എന്റെ നാവിനോട് കൂടിയിരിക്കണം. കർത്താവെ, കേൾക്കുന്ന ജനങ്ങളുടെ ഹൃദയത്തെ തൊടുവാൻ തൊക്കണം വചനത്തിന്റെ ആഴത്തെ അടിയന് വെളിപ്പെടുത്തി തെരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മഹത്വമല്ല അപ്പ അങ്ങേക്ക്, യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ. ഇന്നത്തെ ചിന്താവിഷയത്തിനായി മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 25, 26, 27 3 വാക്യങ്ങളൊന്ന് വായിക്കാം. സോറി. 12 സംവത്സരമായിട്ട് രക്തസ്രാവം ഉള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശിയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവന്റെ വസ്ത്രം തൊട്ടു. നമുക്ക് എല്ലാവർക്കും ഈ ഒരു സാഹചര്യം അറിയുന്നതാണ്. 12 വർഷക്കാലം രക്തസ്രാവമായുള്ള ഒരു സ്ത്രീയെ പറ്റി ആ ചരിത്രം നമ്മൾ എല്ലാവരും ഒത്തിരി കേട്ടിട്ടുണ്ട്. എങ്കിലും എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്ന ഒരു ചിന്ത, ഈ 12 വർഷമായി രക്തസ്രാവത്തെക്കാൾ ഉപരിയായി ഇവരുടെ മുൻപോട്ടുള്ള പഴയ കാലം നോക്കുമ്പോൾ ഇങ്ങനെ ഒരു അസ്വസ്ഥത ആ കാലഘട്ടത്തിൽ വരണമെങ്കിൽ ഇവിടെ ജീവിതത്തിനകത്തെ കഴിഞ്ഞ പിതാക്കന്മാരിലൂടെ ഉണ്ടായ പാപത്തിന്റെ കരകൾ എന്നായിരിക്കാം ആണ് എൻ്റെ ഒരു ചാൻസ് കിടക്കുന്നത്. എങ്കിലും അതെല്ലാം നമ്മൾ വിട്ടാലും തന്റെ ജീവിതത്തിനകത്ത് 12 വർഷക്കാലം താൻ ജീവിച്ചിരുന്ന കാലങ്ങളിൽ ഈ രക്തസ്രാവം എന്നൊരു അസുഖം വന്ന് താൻ പോകാത്ത സ്ഥലങ്ങളും ഡോക്ടർമാരുമില്ല ആ കാലഘട്ടത്തിൽ. എന്നാൽ അവിടെ കാതിൽ കേട്ട ഒരു ശബ്ദമാണ് യേശു ഈ വഴി കടന്നു വരുന്നത്. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിന്മേലും നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ യേശു എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾക്ക് ചിന്തിക്കാൻ ഒത്തിരി വാക്കുകളുണ്ട്. യേശു എനിക്ക് വിടുതൽ നൽകത്തുന്നു, യേശു എനിക്ക് സൗഖ്യം നൽകത്ത. എന്നാൽ നമ്മൾ ഈ യേശുവിനോട് ചേർന്നിരിക്കാൻ ഒരിക്കലെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു വിടുതലിനേക്കാൾ ഉപരിയായി നമ്മൾ എത്രമാത്രം ദൈവത്തോട് ചേർന്നിരിക്കണം. അവളുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എനിക്ക് അവന്റെ മുഖം ഒന്ന് കാണുവാനല്ല, എനിക്ക് അവന്റെ വസ്ത്രത്തേലെങ്കിലും ഒന്ന് തൊട്ടാൽ എനിക്ക് വിടുതൽ ലഭിക്കും എന്ന അവിടെ വിശ്വാസമാണ്. താൻ ഓടിയതും നടന്നതും എല്ലാം വൃതമായി തനിക്കെല്ലാം സകലതും നഷ്ടപ്പെട്ട നിരാശയുടെ പടുകുഴിയിൽ കിടക്കുന്ന ഒരു സ്ത്രീയെയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരാളാലും ഞാൻ പോകാൻ ഇനി സ്ഥലമില്ല. നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിന്മേൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കുക. ഒന്ന് പുറകോട്ട് നോക്കുമ്പോൾ എവിടെ നമ്മുടെ ജീവിതത്തിന്മേൽ ആത്മീയ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വന്നിട്ട് പലപ്പോഴും പല സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നമ്മൾ വീണുപോയതുണ്ട്.
നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു വന്ന സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മൾ പറയുവാൻ എക്സ്ക്യൂസുകളുണ്ട്. എനിക്കിന്ന് പ്രാർത്ഥനയ്ക്ക് പോകാൻ കഴിഞ്ഞില്ല, എന്തുകൊണ്ട്, എനിക്കിങ്ങനെ ഒരു പനി വന്നു, അല്ലേകൊണ്ട് ഒരു ജലദോഷം വന്നു, എനിക്കല്ല മറ്റു ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ അതിലൊക്കെ ഒത്തിരി പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുന്ന ഒരു സ്ത്രീയായിരുന്നു ഈ രക്തസഭക്കാരി സ്ത്രീ. ആ കാലഘട്ടത്തിൽ പുറത്തിറങ്ങുവാൻ കഴിയാതെ, ഇങ്ങനെ ഒരു അസുഖമുണ്ടെങ്കിൽ ഇവളെ പുറത്തിറങ്ങുവാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമുള്ള ഒരു കാലഘട്ടത്തിൽ അവൾ എടുത്തൊരു തീരുമാനമാണ്, എനിക്ക് ഈ യേശുവിനെ ഒന്ന് കാണണം, ഈ യേശുവിന്റെ വസ്ത്രത്തിൽ എനിക്കൊന്ന് തൊടണം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. എപ്പോഴെങ്കിലും നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രതികൂലങ്ങൾ, ചെറിയ ഒരു പനി വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, കർത്താവേ നീ എനിക്കിത് തന്നല്ലോ, ഞാൻ ഇതെങ്ങനെ ഇതിനെ ഒന്ന് റിക്കവർ ചെയ്യും? നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. എന്നാൽ ഇന്ന് പകൽ ഈ ഉപവാസത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തെരഞ്ഞെടുക്കേണ്ടതൊന്നാണ് വിശ്വാസം. വിശ്വാസമില്ലാതെ നമ്മൾ എങ്ങനെ തുഴഞ്ഞാലും നമ്മുടെ ജീവിതം തദൈവ ബാക്കിലേക്ക് തന്നെ പോകത്തുള്ളൂ. എന്നാൽ വിശ്വാസത്തിന്റെ ആഴം നമ്മളിൽ എപ്രകാരം വർദ്ധിക്കുന്നു, അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലെവലിനെ, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. അന്ധമായ ഒരു വിശ്വാസം നമ്മൾ കേൾക്കാമല്ലോ. നമ്മുടെ അതിനൊരു ഉത്തമ തെളിവാണ് പത്രോസിനെ തന്റെ ജീവിതത്തിൽ. പത്രോസ് തന്റെ ജീവിതത്തിന്മേൽ നോക്കുമ്പോൾ ഒത്തിരി ബലഹീനതകളുള്ള ഒരു വ്യക്തിയായിരുന്നു. ദൈവത്തിന്റെ കൂടെ നടന്ന് സകല വിടുതലുകളും സകല അനുഗ്രഹങ്ങളും സൗഖ്യങ്ങളും എല്ലാം കണ്ട ഒരു വ്യക്തിയായിരുന്നു പത്രോസ്. എന്നാൽ പത്രോസിന്റെ ജീവിതത്തിൽ പത്രോസ് പലപ്പോഴും സംശയമായിരുന്നു, അല്ലെ? പത്രോസിന് ഒരിക്കലും ഒരു ഉറപ്പ് ഉണ്ടായിരുന്നില്ല. പത്രോസിന്റെ ജീവിതത്തിൽ പത്രോസ് ഒരു ഉറപ്പ് വന്നത് എവിടെയെന്ന് വെച്ചാൽ, മർക്കോസിന്റെ മാളികയിൽ തന്റെ ആ അഭിഷേകത്തിന്റെ നിലവാരം അവനിലേക്ക് കടന്നു വന്നപ്പോഴാണ് പത്രോസിന്റെ റലം മാറിയത്. പത്രോസ് ആയത് അവിടെ വെച്ചാണ്. അതിനു മുൻപ് പലപ്പോഴും പത്രോസ്, എന്റെ ഒരു ഇതിൽ നിഗമനം പറയുവാണ്, ഈവൻ യൂദായെക്കാട്ടും ഒത്തിരി തെറ്റുകളും കുറവുള്ള ഒരു വ്യക്തിയായിരുന്നു പത്രോസ്. ഒത്തിരി വീഴ്ചകൾ വന്നൊരു മനുഷ്യർ. എന്നാൽ അവിടെയെല്ലാം പത്രോസ് നിലനിർത്തിയത് ദൈവത്തിന്റെ ഒരു കരുണയാണ്. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിന്മേലും പലപ്പോഴും ദൈവത്തിന്റെ കരുണ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ നിലനിൽക്കുന്നത്. നമ്മുടെ ആരുടെയും ഒരു വിശുദ്ധിയുടെ അല്ല. നമ്മൾക്കാർക്കും ഒരു വിശുദ്ധി പറയുവാൻ ഒരു യോഗ്യത നമ്മൾക്കുണ്ടായിരുന്നവരല്ല. എന്നാൽ നമ്മുടെ വിശുദ്ധിയെ അല്ല ദൈവം നമ്മളോട് കരുണ കാണിച്ചാൽ, ദൈവം പറയുന്നുണ്ട്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാൻ നിന്റെ ഭൂമിക്ക് അടിസ്ഥാനം ഇടും മുൻപ് തന്നെ നമ്മൾ ഓരോരുത്തരും കണ്ടൊരു ദൈവമാണ് നമ്മുടെ അപ്പൻ. നമ്മുടെ അപ്പന് നമ്മുടെ മേലൊരു പദ്ധതിയുണ്ട്. എന്നാൽ ആ പദ്ധതിക്ക് നമ്മൾ എത്രകാരം ഒന്ന് വഴങ്ങിക്കൊടുത്താൽ, ദേവദാസൻ സണ്ഡിച്ച പറഞ്ഞ പോലെ, കോരശിന്റെ വലങ്കരം പിടിച്ചതുപോലെ നമ്മുടെ അപ്പന് നമ്മുടെ വലങ്കരം പിടിക്കുവാൻ ആഗ്രഹമുണ്ട്. എന്നാൽ നമ്മുടെ കരം ഒരിക്കലും നീട്ടിക്കൊടുത്തിട്ടുണ്ടോ? നമ്മൾ ഈ ഒരു ഉപവാസമായിരിക്കുമ്പോൾ ദൈവത്തോട് കൂടെ ഇരിക്കണം എന്നുള്ളൊരു വാക്യം നമ്മുടെ ഒരു പ്രതിബദ്ധതയാണത്. ദൈവത്തോട് കൂടെ ഇരിക്കണമെങ്കിൽ എന്നാണ് നമ്മൾ ദൈവത്തിന് വേണ്ടി ഒന്ന് കരം നീട്ടിക്കൊടുത്തത്. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ആദികൾ, അത് മാത്രമാണ് ദൈവത്തിന് നമ്മൾ പറയുന്നത്. ഒരിക്കലും കർത്താവേ എനിക്ക് നിന്നോടൊന്ന് കൂടെ നടക്കണം, എനിക്ക് നിന്റെ സാന്നിധ്യത്തിലൊന്ന് നിൽക്കണം. പറഞ്ഞു, അപ്പൊ നിന്റെ സാന്നിധ്യം മതി എനിക്ക്, മറ്റെല്ലാത്തിനേക്കാൾ ഉപരിയായി നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ അത് മതി എനിക്ക്. എവിടെയാണ് നമ്മൾക്ക് വന്നിരിക്കുന്നത്? അതാണ് ഈ രക്തസഭക്കാരിയ സ്ത്രീയുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു വെളിച്ചം. അതാണ്, ഞാൻ എല്ലാം എന്റെ നഷ്ടപ്പെട്ടു, അവൾക്ക് ഇനി ഒരു സാധ്യതയും അവിടെ മുൻപിലില്ല, എനിക്ക് ഈ വീട്ടിൽ നിന്ന് ഒന്ന് പുറത്തിറങ്ങുവാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ചിന്തിച്ച സാഹചര്യത്തിന്റെ നടുവിലൂടെ പോകുമ്പോഴാണ് ആ സാഹചര്യത്തിൽ തന്നെ യേശുക്രിസ്തു വഴി പോകുന്നത്. അവിടെ എല്ലാ റെസ്ട്രിക്ഷൻസും അവൾ തരണം ചെയ്തുകൊണ്ട് അവൾ പുറത്തേക്ക് ഓടി വരികയാണ്. എനിക്ക് അവനെ ഒന്ന് കാണണം, അവൾ കാണുവാനും അവനെ ഒന്ന് തൊടുവാനും ആഗ്രഹിച്ചു. പക്ഷേ ജനത്തിന്റെ തിരക്ക് പലപ്പോഴും ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിന്മേൽ നമ്മൾ ചിന്തിക്കും, എനിക്ക് ഒരു ഞാൻ മറ്റൊന്നുമല്ല. ഇപ്പൊ നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിനെ തന്നെ പറയാം, നമ്മളിങ്ങനെ മീറ്റിംഗ് എല്ലാം കഴിയുമ്പോൾ എനിക്ക് ജോസഫ് പാസ്റ്ററിനോട് ഒരു കാര്യം സംസാരിക്കണം, ഒരു വചനത്തിന്റെ കാര്യം അപ്പോൾ നമ്മൾ മറ്റൊരാള് പക്ഷെ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ അവിടെ ബാക്കാവും. എന്തുകൊണ്ടാ? ആ വ്യക്തിക്ക്. എന്നാൽ നമ്മൾ അതല്ല, നമ്മൾ വിശ്വാസം നമ്മുടെ ജീവിതത്തിലെ ആത്മീക ജീവിതത്തിന്മേൽ നമ്മൾ മറ്റൊരാളെ നോക്കാൻ, ഞാനും ദൈവമായിട്ടുള്ള ബന്ധം അത്ര കണക്റ്റഡ് ആയിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ എത്ര വാഞ്ച, ആരൊക്കെ എതിർത്തു ആരൊക്കെ ഉണ്ട് എന്നുള്ളതല്ല, എനിക്ക് എൻ്റെ യേശുവിനോട് അടുത്തു വരണം. നമ്മളതാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങൾ പ്രാപിച്ചെടുക്കേണ്ടത്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മറ്റൊരാൾ, അയ്യോ അതല്ല ഇന്ന ദേശത്തുനിന്ന് വന്നതല്ല, ഇങ്ങനെ നോ,
നിന്നെ ഏൽപ്പിച്ച സമയം നിനക്ക് ദൈവം തരുന്നൊരു ഒരു ടൈമുണ്ട്, ഒരു പർട്ടിക്കുലർ ടൈമുണ്ട്. ആ ടൈമിൽ നമ്മൾ എൻ്റർ ആയി കഴിഞ്ഞാൽ നമ്മളെ തൊടുവാൻ ഒരു ശത്രുവിന് കഴിയും. നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ എൻ്റർ ദ ടൈം നമ്മൾ കണക്ട് ചെയ്ത് ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ആ ടൈം, അതാണ് ഈ രക്തസഭക്കാരിയ ടൈം. അവൾ എടുത്ത ടൈം അതാണ്, ആ എടുത്ത ഡിസിഷൻ അതാണ് അവരുടെ ജീവിതത്തിൽ അവൾക്ക് വിടുതലാകാൻ സംഭവിച്ചത്. അവൾക്ക് പറയാം, ഇവരെല്ലാം ഒന്ന് മാറിയിട്ട് എനിക്ക് പയ്യെ ചെന്ന് കാണാം. നോ, അതിൻ്റെ ടൈമൻ, അത് നമുക്ക് ആ ടൈമാണ് നമ്മൾക്ക് ഉപയോഗിക്കുക. ദൈവം തരുന്നൊരു സമയമുണ്ട്, ആ ടൈമിന് നമ്മൾ ഉപയോഗിക്കും. പ്രത്യേകിച്ച് മേഴ്സി ആന്റിയോട് ദൈവാത്മാവ് വ്യക്തമായ ഒരു ദൂത് തരികയാണ്. ആന്റി, സാഹചര്യങ്ങൾ നമുക്കൊരിക്കലും അനുകൂലമായി തീരത്തില്ല. എന്നാൽ തിരുസന്നിധിയിൽ തീരുമാനങ്ങൾ പലതും എടുത്ത് ഇപ്പോഴും നടത്തുവാൻ കഴിയാതെ ഒഴിവുകഴിവുകൾ പറഞ്ഞ് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ ദൈവസന്നിധി ദൈവാത്മാവ് വ്യക്തമായി ആന്റിയോട് ഇടപെടുകയാണ്. ഇനിയും ഒരവസരം നാളെ ലഭിക്കണമെന്നില്ല. അതാണ് തനിക്ക് ലഭിച്ച കഴിവുകൾ, ദൈവം തന്ന ആ ടാലന്റ്, ദൈവം തന്ന കൃപകളും കൃപാവരങ്ങളും. ദൈവം അനേക കൃപകൾ ആന്റിയുടെ മേൽ പകർന്നിട്ടുണ്ട്. പലപ്പോഴും പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ചിന്തകളെ ഡൈവേർട്ട് ചെയ്ത് കളയുന്ന ചില മണ്ഡലങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അതിനെ വെട്ടിമാറ്റുകയാണ്. സ്വർഗത്തിനും ഭൂമിയിലും അധികാരമുള്ള നസ്രയുടെ നാമത്തിൽ ഇപ്പോൾ അതിനെ ക്യാൻസൽ ചെയ്ത് സ്വർഗമേ നിന്റെ മകളുടെ മേലുള്ള അഭിഷേകത്തെ ഈ ദിവസങ്ങളിൽ പുറത്തു വരട്ടെ. എത്ര തടസ്സങ്ങൾ, പലപ്പോഴും ചിന്തകൾ കൊണ്ട് ഭാരപ്പെടുത്തുന്ന മേഖലകൾ ആന്റിയെ കണ്ടമാനം ഇറിറ്റേറ്റ് ചെയ്യുകയാണ്. ഒന്ന് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒത്തിരി ചിന്താഭാരങ്ങൾ ഇട്ടുകൊണ്ട് എങ്ങനെ എന്ത് പ്രത്യേകിച്ച് ആന്റി തലമുറകളെ ദൈവം തന്നതാണ്. അവർക്ക് വേണ്ടി സ്വർഗം നല്ല വഴികളാ തുറന്നിരിക്കുന്നത്. പിന്നെ എന്തിനാ ആന്റി ഭാരപ്പെടുന്നത്? ചിന്താകുലപ്പെടേണ്ട. അവർക്ക് വേണ്ടത് ദൈവം തുറക്കും. അത് വഴി തുറക്കുന്നവൻ ദൈവമാണ്. അത് ദൈവം തക്ക സമയത്ത് ആ വിഷയം വിട്ട് പ്രാർത്ഥിക്കുക. ദൈവം വിഷയത്തിനകത്ത് വിടുതൽ കൽപ്പിക്കുന്നതാണ്. അതുപോലെ അതാണ് ഒരു പർട്ടിക്കുലർ ടൈമിനെ ദൈവം നമുക്ക് വേണ്ടി കണക്ട് ചെയ്യുമ്പോൾ ആ ടൈം തക്കത്തിൽ ഉപയോഗിക്കാൻ, എൻ്റർ ചെയ്യാനായിട്ട് നമ്മൾ ഓരോരുത്തരും ഈ ദിവസങ്ങളിൽ ശക്തമായി ഇടപെടുകയാണ്. അതാണ് രക്തസഭക്കാരിയ സ്ത്രീയുടെ മേൽ ദൈവത്തിന്റെ പദ്ധതി. ദൈവം അവളെ മനസ്സലിഞ്ഞുകൊണ്ടാണ്. അത്രയും ജനങ്ങളുണ്ട്, ഇത്രയും ആൾക്കാരുണ്ട്, എങ്കിലും അവൾ ഒരു വിശ്വാസം, അവളുടെ വിശ്വാസം തികവുള്ളതായിരുന്നു. എനിക്ക് ഇനി മറ്റൊരാളിൽ നിന്നൊരു രക്ഷയില്ല, എനിക്കിനി മറ്റൊരാളിൽ നിന്ന് ഒരു അനുഗ്രഹം വരുവാനില്ല, എനിക്ക് തരുവാൻ അനുഗ്രഹമുള്ളത് എൻ്റെ യേശുവിൽ നിന്ന് മാത്രമാണെന്ന ഒരു തീരുമാനം അവൾ ഉറച്ചെടുത്തു. എനിക്ക് ഈ ലോകത്ത് ആരെല്ലാം ഉണ്ടെങ്കിലും, ആരെല്ലാം എന്നെ തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാതെ മാറോട് ചേർക്കുവാൻ തക്കവണ്ണം അവൾ കണ്ടത്, അവൾ കേട്ടത് ഒത്തിരി ഉണ്ട്. എൻ്റെ ദൈവം അനേകരെ സൗഖ്യമാക്കി, രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ വിടുവിച്ചു, കുരുടനെ കാഴ്ച കൊടുത്ത്, ചെകിടനെ എല്ലാം കൊടുത്ത. എന്നാൽ ഈ ദൈവത്താൽ എൻ്റെ മേലും ഈ ദൈവത്തിന്റെ ഒരു അഭിഷേകമുണ്ട്, എൻ്റെ മേലും ദൈവത്തിന്റെ ചില പദ്ധതികളുണ്ട്. ആ പദ്ധതികളെ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും എന്തെന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വിശ്വസ്തനായ ദൈവസന്നിധിയിൽ താണിരുന്നാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും മാനിക്കുന്നതാണ്. നമ്മൾക്ക് പലപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒത്തിരി ചിന്തകൾ ഇട്ടുകൊണ്ട് നമ്മൾക്ക് ഒരിക്കലും ഞാൻ ഒരു കാര്യം നമ്മൾ വ്യക്തമായി നമ്മളെ തന്നെ ഒന്ന് ചോദിച്ചു, എപ്പോഴെങ്കിലും ഒരു 10 മിനിറ്റ് ഫുള്ളി കോൺസെൻട്രേഷൻ ആയിട്ട് നമുക്ക് ദിവസം ഇരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ കഴിഞ്ഞിട്ടുള്ളവരൊന്ന് കൈവെക്കാമോ? പറ്റില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓരോ ചിന്തകളാണ്. ദേവദാസൻ പറഞ്ഞൊരു വാക്ക് കേട്ടോ, 1/2 മണിക്കൂർ ഒരു മെസ്സേജ് എടുക്കണമെങ്കിൽ മിനിമം 4 മണിക്കൂർ 5 മണിക്കൂർ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കണം. നമ്മളൊരു മെസ്സേജ് എന്ന് പറയുമ്പോൾ, സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് രാവിലെ എടുത്തു വെച്ചൊരു മെസ്സേജ് യോബിന്റെ ചരിത്രമാണ്. ആ യോബിന്റെ ചരിത്രം എടുത്തു വരുമ്പോൾ യോബിന്റെ പുസ്തകത്തിൽ നിന്ന് 17-ാം അധ്യായം അതിന്റെ 11-ാമത്തെ 7, 8, 9 ഒരു വൃക്ഷമായാൽ ഫലം തരും. വൃക്ഷം, അത് നമ്മൾ ആവശ്യം. പക്ഷെ പെട്ടെന്ന് എന്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് തന്ന ഒരു വചനം ഇതായിരുന്നു, എന്തുകൊണ്ട് ദൈവം തരുന്നു? ഇങ്ങനെ നമുക്ക് തരണമെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി ഒന്നുകൊണ്ട് മാത്രമാണ്. ദൈവം അപ്രകാരം മാനസികമായോ ശാരീരികമായോ ഭാരപ്പെടുന്ന ചില വ്യക്തികളെ മാത്രം ഒരു വചനം, ഒരു ദൈവദാസനിലൂടെ ഒരു സഭയ്ക്കകത്ത് ഒരു വചനം ദൈവം അരുളി ചെയ്തെങ്കിൽ അത് ഏതെങ്കിലും ഒരു വ്യക്തിയെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്കായിരിക്കും. ചുമ്മാതെ ഒരു വചനം ദൈവം നൽകി തരത്തില്ല. കോരസിന്റെ വലങ്കരം പിടിക്കുവാൻ പറഞ്ഞത് എന്തുകൊണ്ട്? കോരസിന്റെ വലങ്കരത്തെ എന്തുകൊണ്ട് ദൈവം പിടിച്ചു?
അവൻ വിശ്വസ്തനായിരുന്നു. സ്നേഹം നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് സ്നേഹമുള്ളത്? ആരോടാണ് നമുക്ക് സ്നേഹമുള്ളത്? അതാണ് ആദ്യം നമ്മൾ പറയുന്നത്. ആരോടാണ് നമുക്ക് സ്നേഹമുള്ളത്? വിഷയ നമുക്ക് ആരോടാ സ്നേഹമുള്ളത് ഈ കാലത്ത്? എന്റേതെന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ, അല്ലേ? എന്നാൽ ഈ ദിവസം നമ്മൾ തിരിഞ്ഞ് ചിന്തിച്ചേ, നമുക്ക് വേണ്ടി കാൽവരിയുടെ കുലക്കളത്തിൽ അവസാനത്തുള്ള രക്തവും ചിന്തി ക്രൂശ്, ആ ക്രൂശിലേക്കൊന്ന് ചിന്തിച്ചൊന്ന് നമ്മളൊന്ന് കണ്ണോടിച്ച്, എന്താണ് ക്രൂശിന്മേൽ സംഭവിച്ചത്? എന്തിനു വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ക്രൂശിന്മേൽ അവസാനത്തുള്ള രക്തവും ചിന്തിയത്? നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, ആ ക്രൂശിലേക്കൊന്ന് ചിന്തിച്ചാൽ, ആ ക്രൂശിനെ നമ്മുടെ ഹൃദയത്തിലേക്ക്, ആ ക്രൂശിനെ നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് എടുത്തേ. ഡാവിഞ്ചി വരച്ചൊരു ക്രൂശല്ല, ഡാവിഞ്ചി അവന്റെ ഹൃദയത്തിൽ തോന്നിയൊരു ക്രൂശല്ല. ഒരിക്കലും ഒരു മനുഷ്യനും ഇമാജിൻ ചെയ്യുവാൻ കഴിയാത്ത വണ്ണം അത്രമാത്രം വികൃതമായിരുന്നു എൻ്റെ അപ്പന്റെ മുഖം. കരയുവാൻ പോലും കഴിയാത്ത വണ്ണം, അവന്റെ മുഖത്തെ ഒന്ന് അറിയുവാൻ കഴിയാത്ത വണ്ണം, ഉഴവുചാല് പോലെ ഉഴുതുമറിച്ച് തന്റെ ദേഹം. എന്തിനു വേണ്ടി? എന്റെ പാപത്തിന് വേണ്ടി, എന്റെ ശാപത്തിന് വേണ്ടി. എന്റെ ശാപത്തെ വകച്ചുകൊണ്ട് കാൽവരിയിൽ അപ്പൻ ചൊരിഞ്ഞ രക്തം. നമ്മൾ ഒരിക്കലും നമ്മൾ ആ ക്രൂശിനെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ട്? ആ ക്രൂശാണ് നമ്മുടെ ജീവിതം. ആ ക്രൂശിൽ നൽകി തന്ന വിടുതലല്ലാതെ ഒന്നും എന്റെ ജീവിതത്തിന്മേൽ ഇല്ലെന്ന് നമുക്ക് എപ്പോഴേലും പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? രക്തസഭക്കാരി സ്ത്രീ അത് മാത്രമാണ് ചിന്തിച്ചത്. എനിക്ക് ഇവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മതി, എനിക്ക് ആ വസ്ത്രം മാത്രം. അത്രമാത്രം പവർഫുൾ ആണ് അവന്റെ മേൽ നിന്ന് പുറപ്പെടുന്ന അഭിഷേകം. അത്രമാത്രം ശക്തമാണ് എൻ്റെ യേശുവിൽ നിന്ന് പുറപ്പെടുന്ന ഒരു അഭിഷേകം. നമ്മൾ ആരും അതിനു വേണ്ടി ഇതുവരെ ഒന്ന് ശ്രമിച്ചിട്ടില്ല. ഇവൻ ഞാനിത് പറയുന്നെങ്കിലും, നിങ്ങളോട് പറയുന്നെങ്കിലും, എനിക്ക് പോലും ആ ക്രൂശിനെ ഒന്ന് ചിന്തിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾക്ക് ഏറ്റവും അധികമായി നമ്മൾ മറ്റാരെയും ഉയർത്തണ്ട. മോശയുണ്ട്, പൗലോസുണ്ട്, യാക്കോബുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ അതിലുപരിയായി എന്ന് നമ്മൾക്ക് ഈ ക്രൂശിനെ ഉയർത്താൻ ഒരു ശീമോനുണ്ട്. ആ ക്രൂശിന്റെ അറ്റം ഒന്ന് ചുമന്നതേ ഉള്ളൂ. അവന്റെ കുടുംബത്തെ ദൈവം മാനിച്ചെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ പദവി തന്ന നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു അധികാരം തന്റെ മക്കളും അവകാശികളും എന്നുള്ളതാണ്. എപ്പോൾ നമ്മൾ അത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്? നമ്മുടെ വിഷമങ്ങളും നമ്മുടെ പാരതമ്യങ്ങളും പറയുവാനല്ലാതെ ഈ ക്രൂശിനെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പാട്ടുപാടും, നീങ്ങിപ്പോയ എന്റെ ഭാരങ്ങൾ, മാറിപ്പോയ എന്റെ ശാപങ്ങൾ. നമ്മൾ പാട്ടിലല്ല, നമ്മുടെ ജീവിതത്തിൽ ഈ യേശുവിനെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ, എന്റെ അപ്പ നീ എന്നോടൊന്ന് ചേർന്നിരിക്കണമേ, ഒന്ന് കരയുവാൻ, ഒറ്റയ്ക്കിരുന്നൊന്ന് കരയുവാൻ നമ്മൾക്ക് ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? അതാണ് എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി. എൻ്റെ മകനാണവൻ. അവനെ അങ്ങനെ തള്ളിക്കളയാൻ എനിക്ക് കഴിയത്തില്ല. ഒരു ധൂർത്തപുത്രനെ ദൈവം തെരഞ്ഞെടുത്തതാണ്. ആ ധൂർത്തപുത്രനേക്കാൾ ഉപരിയായി അവന്റെ അപ്പന്റെ വിശ്വാസമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവൻ മടങ്ങി വരും. ഇസ്രായേലിന്റെ ആ കാലഘട്ടത്തിൽ ഒരു മകൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ അവനെ പൂർണ്ണമായും പടിയടച്ച് വെണ്ടം വെക്കും. നമ്മുടെ ഇന്ത്യ പ്രകാരം നോക്കുമ്പോൾ അവനെ ആ കുടുംബത്തിൽ ഇനി ഇല്ല, അവൻ മരിച്ചു എന്ന് കണക്കാക്കിയെടുത്ത് ആ അപ്പൻ എന്ത് ചെയ്തെന്നറിയാമോ? അവന് വേണ്ടി കാത്തിരുന്നു. അവന് വേണ്ടി ഒരു മോതിരം ഒരുക്കി, അവന് വേണ്ടി ചെരുപ്പൊരുക്കി, അവന് വേണ്ട സകലതും ഒരുക്കി കാത്തിരുന്നു. നമ്മുടെ അപ്പൻ പലപ്പോഴും എന്നെയും നിങ്ങൾക്കും വേണ്ടി കാത്തിരിക്കുകയാണ്. എൻ്റെ മകൻ തിരിച്ചു വരും, എൻ്റെ മകൾ തിരിച്ചു വരും. അവൾ അറിയാതെ അവളുടെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങളെ ഞാൻ ക്ഷമിക്കുന്നു. അവളെ ഒന്ന് തിരിച്ചെനിക്ക് കിട്ടണമേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം, അല്ലേ? നമ്മുടെ അമ്മ, ഞാനൊരു അപ്പനാണ്, നമ്മളെല്ലാവരും അപ്പനും അമ്മയുമാണ്. നമ്മുടെ ഒരു കുഞ്ഞൊരു തെറ്റ് ചെയ്താൽ ആദ്യം കരയുന്ന നമ്മളല്ലേ? ഒരു വീഴ്ചയിൽ അവൻ വീണ് വന്നാൽ എത്രമാത്രം നമ്മുടെ അപ്പൻ, നമ്മുടെ പിതാവ് നമുക്ക് വേണ്ടി കരയുന്നു. ഈ ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കണം, അപ്പ ഞാൻ നിന്നെ ഒത്തിരി വേദനിക്കും. മറ്റൊന്നുമല്ല, ഇത് പറയുന്ന ഒരു ഉപവാസമായതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെ ക്രമീകരണം വേണം? നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ അല്ലാതെ, നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ മാത്രമേ നമ്മൾക്ക് പറയാൻ. എന്ത് ഞാൻ ചെയ്തു പകരം? ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. വിശ്വസ്തനായ ദൈവത്തിന്റെ സന്നിധി നേരോടെ നിൽക്കുവാൻ ഈ ദിവസങ്ങൾ നമ്മളെ ദൈവം ബുദ്ധി ഉപദേശിച്ച് തരികയാണ്. സമയം ഇനി അധികം ഇല്ല. മരണം നിശ്ചയമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ചർച്ചിൽ മെസ്സേജ് കൊടുത്ത പോലെ മരണം നിശ്ചയമാണ്, സമയം നിശ്ചയമല്ല. എന്നാൽ ഈ നിമിഷം ഈ മെസ്സേജ് പറയുമ്പോൾ ഞാൻ
ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോകാം. എന്നാൽ എനിക്കൊരു ഉറപ്പുണ്ട്, ഞാൻ എൻ്റെ പ്രാണപ്രിയനോട് ചേർന്നിരിക്കും. ആ ഉറപ്പാണ് രക്തസഭക്കായ സ്ത്രീക്കുണ്ടായിരുന്നത്. എനിക്ക് ഇവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാ മതി, ഈ വസ്ത്രത്തിന്റെ ആ തൊങ്ങൽ മതി, അവന്റെ ആ നൂലേ മതി, ആ എൻഡിൽ ഒന്ന് തൊട്ടാ മതി. അവിടെ വിശ്വാസം അത്രമാത്രം ശ്രേഷ്ഠമായിരുന്നു. എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിന്മേൽ വീണുപോയ സാഹചര്യങ്ങളെ നമ്മൾ ഓർത്തുകൊള്ളും. അതേ സാഹചര്യത്തിൽ തന്നെ വീണ്ടും വരികയാണ്. അതിന്റെ 35-ാം വാക്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യായിറോസ്, പള്ളിപ്രമാണിയുടെ മകൻ, ഒന്ന് വായിച്ചാൽ ഒരു വിശ്വാസത്തിന്റെ ആഴമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. ഓക്കെ. അതിന്റെ 22-ൽ ആദ്യം പറയുന്നത്, അവൻ അസ്വസ്ഥ രോഗമായിട്ട് അവൻ കിടക്കിലായി എന്ന് പറഞ്ഞു ആദ്യം ദൈവത്തെ കർത്താവിനെ വന്ന് അറിയിക്കുന്നുണ്ട്. അപ്പോഴും ദൈവം അതിന് ഒരു മറുപടി കൊടുത്തില്ല. വീണ്ടും വന്ന് പറയുന്നു അവൻ മരിച്ചു പോയെന്ന്. അപ്പോഴും ദൈവം അതിന് മറുപടി കൊടുക്കും. ഇതാണ് ദൈവത്തിന് ഒരു മനുഷ്യനെ തൊടേണ്ട ഒരു സമയം, സാഹചര്യമുണ്ട്. അതാണ് നമ്മൾ ടൈം പറഞ്ഞല്ലോ, ആ ടൈമിനെ നമ്മൾ ഈ ദിവസങ്ങളിൽ ഉപയോഗിക്കുക. ആ പള്ളിപ്രമാണിയുടെ വിശ്വാസം അവിടെ ശ്രദ്ധിച്ചോ. അവൻ പറഞ്ഞതാണ്, എനിക്ക് വിശ്വാസമുണ്ട് ഇവൻ എൻ്റെ മകന്റെ രോഗത്തിന് സൗഖ്യം നൽകി തരുമെന്ന്. എന്നാൽ അവന്റെ ജീവിതത്തിൽ വീണ്ടും ഒരു സംശയം വന്നു. അവൻ മരിച്ചു പോയെന്നറിഞ്ഞപ്പോൾ അവന്റെ കൂലിക്കാരൻ എന്ന് പറഞ്ഞു, ഇനി ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തേണ്ട. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. കഴിഞ്ഞു പോയി, ആ പറഞ്ഞ വാക്തത്വം പറഞ്ഞ ടൈം കഴിഞ്ഞു പോയി, നമ്മൾ ആ പ്രാർത്ഥന അവിടെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. വീണ്ടും നമ്മൾ ജോസഫ് പാസ്റ്ററിനെ വിളിക്കുന്ന, പാസ്റ്ററെ ആ പറഞ്ഞ ടൈം കഴിഞ്ഞു പോയി, ഇനി പുതിയതൊന്നും ഒരു ടൈം കൂടെ എനിക്കൊന്ന് ആഡ് ചെയ്ത് തരാമോ? ഇതല്ലേ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നടക്കുന്നത്? അല്ലേ ജസ്യന്തി? നമ്മൾ ചോദിക്കുന്നത് എപ്പോഴും ഇതാണ്. നമ്മൾ ഈ ടൈം കഴിഞ്ഞ്, ആ ദേവദാസൻ പറഞ്ഞു, പ്രവചനം പറഞ്ഞു, അത് നടക്കാമോ? എന്താണത് നടക്കാഞ്ഞത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കത്തില്ല. അതാണ് വിശ്വാസത്തിന്റെ ആഴം നമ്മളിൽ എത്രമാത്രം വർദ്ധിക്കുന്നു, അത്രമാത്രം കഷ്ടത നമ്മുടെ ജീവിതത്തിന്മേൽ ഉണ്ട്. ആ വിശ്വാസം ഇല്ലാച്ചാണ് ചന്ദ്രക്ക് മേശക്ക് അവേദനകരോട് അവരെ തീയിലിട്ടപ്പോഴും, അവര് തീയിലിടുന്നതിന് മുൻപേയും അവര് പറഞ്ഞ ഒരു ഒറ്റ വാക്കാണ്, ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും, അതാ, നീ എന്നെ സൗഖ്യം തന്നാലും ഇല്ലെങ്കിലും ഞാൻ മരിക്കാൻ തയ്യാറാണ് നിനക്ക് വേണ്ടി. നമ്മൾ ഓരോരുത്തരും അതാണ് ഈ ദിവസങ്ങളിൽ ഏറ്റെടുക്കുന്നത്. മരണമുണ്ട്, അത് നിശ്ചയമാണ്. എന്നാൽ ജീവിക്കുന്നതോ എൻ്റെ യേശുവിനെ, മരിക്കുന്നത് എനിക്ക് ലാഭമെന്ന് പറയുവാൻ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ, ജീവിക്കുന്നത് അനുഗ്രഹമാണ്, പക്ഷെ മരിക്കുന്നത് എനിക്ക് ലാഭം. ഞാൻ ഇന്ന് മരിച്ചാൽ എൻ്റെ അപ്പനോട് കൂടെയാണ്. ആ ഒരു ഉറപ്പോടെ നമ്മൾ മുന്നോട്ട് പോകുവാൻ നമ്മളെ ഓരോരുത്തർ ശക്തനാക്കുന്ന ദൈവത്തിന്റെ ഈ വചനത്തിൽ നമ്മൾ പലപ്പോഴും ഞാൻ ഈയിടെയായിട്ട് എല്ലാം കേൾക്കും. ഞാൻ ഇന്ന് രാവിലെ ഞാനിവിടെ അടുത്തുള്ള ഒരു ജോസഫ് പാസ്റ്റർ പറഞ്ഞുകൊണ്ടാണ്, നമ്മൾ പ്രാർത്ഥനയുടെ മഹത്വത്തെ പറ്റി പറഞ്ഞുകൊണ്ടാണ് രാവിലെ സമയം ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു ഓർഫനേജിൽ പോയി. ദീപ്തി ഭവൻ, പള്ളിപ്പാട്ടുള്ള ദീപ്തി ഭവൻ എന്നുള്ള ഒരു ഓർഫനേജിൽ പോയി. അവിടെ ചെന്നപ്പോൾ പെന്തക്കോസ്തുകാരുണ്ട്, ഹിന്ദുക്കളുണ്ട്, മറ്റ് ഇതര മതസ്ഥരെല്ലാവരും ഉണ്ട്. അതിൽ നല്ലൊരു ശതമാനം 13 പേര് അവിടെ കിടക്കുന്നുണ്ട്. അതിനകത്ത് 7 പേരുടെ മക്കൾ പറഞ്ഞിരിക്കുന്നത് ഇവരുടെ മരണത്തിന് പോലും ഞങ്ങളെ അറിയിക്കേണ്ടെന്ന്. എന്താണ് സംഭവിക്കുന്നത്? എവിടെയാണ് സ്നേഹം? നമ്മൾ ഓരോരുത്തർ ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ മക്കളെ ആരെയും നമ്മൾ സ്നേഹിക്കേണ്ടതല്ല, നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായി ഈ വചനം അവരുടെ ജീവിതത്തിന്മേൽ നമ്മൾ പൊത്തിവെച്ചു കൊടുക്കണം. വചനം അവരുടെ ജീവിതത്തിന്മേൽ നമ്മളെ നിറക്കണം, ഫില്ല് ചെയ്യണം. നമ്മൾ എത്രമാത്രം ഫില്ല് ചെയ്യുന്നു, അതാണ് അവരുടെ ജീവിതത്തിന്മേൽ മുൻപോട്ടുള്ള ജീവിതത്തിനകത്തുള്ള മാർഗദർശനം. ഇപ്പൊ ഞാൻ കണ്ടപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു പോയി. ഈ മാതാപിതാക്കളെ തള്ളിക്കളഞ്ഞത്, നാളെ ഈ തള്ളിക്കളഞ്ഞവന്റെ ജീവിതത്തിന്മേൽ ഇതാണ് സംഭവിക്കുവാനിരിക്കുന്നത്. അപ്രകാരം ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് അവന്റെ മഹത്വത്തെ രുചിച്ചറിഞ്ഞ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തള്ളിക്കളഞ്ഞതല്ലാതെ ഒരിക്കലും ആ ദൈവത്തിന്റെ സ്നേഹത്തെ ഉറ്റുനോക്കാൻ നമ്മൾ ആരും ചിന്തിച്ചിട്ടുണ്ടോ?
സ്വയം ഒന്ന് ചിന്തിക്കുക, സ്വയം ഒന്ന് ശോധന ചെയ്യുക. പലപ്പോഴും നമ്മൾ അവന്റെ നന്മകളും അനുഗ്രഹങ്ങളും രുചിച്ചറിഞ്ഞതല്ലാതെ അവനിൽ നിന്ന് കർത്താവ് അവനൊന്ന് കൊടുക്കുവാൻ, അപ്പാ നീ എന്നെ ഒന്ന് പണിത് നിനക്ക് വേണ്ടി എന്നെ ഒന്ന് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ആയുധമാക്കി എന്നെ ഒന്ന് മെനയണമെന്ന് നമ്മൾ ചിന്തിക്കും. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ദൈവം തരുന്ന സാഹചര്യങ്ങൾ, ദൈവം തരുന്ന ടൈമുകൾ, ദൈവം തരുന്ന ആയുസ്, ദൈവം നൽകുന്ന ആരോഗ്യം എന്തിനു നമ്മൾ ഉപയോഗിക്കണം? ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക. അതാണ് ദശാംശം എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും നൽകിത്തരുന്ന നന്മയുടെ ഒരു അംശം കൊടുത്തു എന്നുള്ളതല്ല. ദൈവത്തിന് നിന്റെ പൈസ വേണ്ട, ഈ സമ്പത്ത് മുഴുവൻ ഉണ്ടാക്കി തരാം, ഉളവാകട്ടെ എന്ന് പറഞ്ഞ ദൈവത്തിന് നമ്മുടെ ഒരു 5 രൂപ ചക്രത്തിന്റെ കാശിന് വേണ്ടി ദൈവം ഇരിക്കുന്നവനല്ല. നിന്റെ സ്തുതിക്കും സ്തോത്രത്തിനുമല്ല. ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിന്റെ സ്നേഹത്തെയാണ്. ഇന്ന് നിന്റെ അടുത്തിരിക്കുന്ന ഒരു വ്യക്തി ഒരു കത്രമേശ എടുത്തില്ലെങ്കിൽ, അപ്പൊ ആന്റി ഞാൻ എടുത്തു, എന്റെ അപ്പുറത്തിരിക്കുന്നതിന് എടുത്തില്ലെങ്കിൽ ചോദിക്കണം എന്ത് പറ്റിയെന്ന്. നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? എന്താണ് കാരണമെന്ന്? അവന്റെ വീട്ടിൽ നാളെ എനിക്കിത് എടുക്കാൻ പറ്റത്ത, ഇന്ന് എന്റെ അടുത്തിരുവൻ എടുത്തില്ലെങ്കിൽ നാളെ ഇത് എന്റെ ജീവിതത്തിലാണ് സംഭവിക്കുന്നത്, എന്റെ കുടുംബത്തിലാണ് ഇത് വരുന്നത്. ഞാനെന്നുള്ള ചിന്ത അവിടെ മാറണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്നേഹിക്കുക. കർത്താവ് അതാണ് പത്രോസ് നീ എന്നെ സ്നേഹിക്കുന്നോ എന്നാ ചോദിച്ചത്, നീ എന്നെ സ്തുതിച്ചോ എന്നല്ല ചോദിച്ചത്, നീ എന്നെ ആരാധിച്ചോ എന്നല്ല ചോദിച്ചത്, നീ എനിക്ക് ദശാംശം തന്നോ എന്നല്ല ചോദിച്ചത്. കർത്താവ് ചോദിച്ച ഒറ്റ വാക്ക്, നീ എന്നെ സ്നേഹിക്കുന്നു. എവിടെയാണ് നമ്മളിൽ വീഴ്ച? എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്? സ്വന്തം ജീവൻ, നമ്മളെ സ്നേഹിച്ചത് എങ്ങനെയാണ്? സ്വന്തം ജീവൻ തന്ന്, സ്വന്തം രക്തം തന്ന്, എന്റെ ശാപത്തെ മുഴുവൻ വഹിച്ച് അപ്രകാരം നമ്മളെ സ്നേഹിച്ചെങ്കിൽ നമ്മൾ അതിന്റെ ഒരംശമെങ്കിലും ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ദൈവസ്നേഹത്തിന്റെ ആഴം ഈ ദിവസങ്ങൾ നമ്മൾ മനസ്സിലാക്കും. നമ്മൾ എല്ലാ മാസവും ഉപവസിക്കുന്നുണ്ട്, എല്ലാ മാസവും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാ ദിവസവും രാവിലെ നമ്മൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാ ദിവസവും രാവിലെ നമ്മൾ അനേക വിഷയങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. എന്നാൽ ദൈവസ്നേഹമില്ലാതെ നമ്മൾ ഇതെല്ലാം ചെയ്താൽ വെറും വട്ടപൂജ്യമാണ്. അപ്പോൾ ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചത് മറ്റൊരാൾക്ക് വിടുതലിനായിരുന്നു, മറ്റൊരാൾക്ക് അനുഗ്രഹമായിരുന്നു, അതോ ഒരു ജൽപ്പനമായിരുന്നു? സ്വയം നമ്മൾ ചിന്തിക്കണം. ദൈവത്തോട് കൂടെ വസിക്കാൻ, ദൈവത്തോട് ചേർന്നിരിപ്പാൻ ഈ ദിവസങ്ങളിൽ നമ്മളെ ഓരോ ദൈവം ഒരുക്കണം. വാക്കുകൾ കൊണ്ട് എനിക്കും നിങ്ങൾക്കും അനേക കാര്യങ്ങൾ പറയുവാൻ പറ്റും. എന്നാൽ ജീവിതം മറ്റുള്ളവൻ എന്നെ കണ്ട്, നമ്മൾ മറ്റൊരാളുടെ പത്രമായിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നെ വായിച്ച് മറ്റുള്ളവൻ അറിയണം. അതാണ് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ. എന്റെ ജീവിതത്തിൽ ഒത്തിരി വീഴ്ചകളുണ്ട്, നിങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഒത്തിരി കുറവുകളൊക്കെ ഉണ്ട്. എന്നാൽ പ്രാർത്ഥിച്ചെടുക്കേണ്ടതിനെ പ്രാപിച്ചെടുക്കുവാൻ തക്കണം. അക്കോരസിന്റെ വലങ്കരം ദൈവം പിടിച്ചെങ്കിൽ എന്റെ കരത്തിലും പിടിക്കുവാൻ ദൈവം നീട്ടിയിട്ടുണ്ട്. ഞാൻ എന്റെ കരമൊന്ന് നീട്ടിക്കൊടുക്കുക. നമ്മൾ ഓരോരുത്തർ ദിവസങ്ങൾ ദൈവസ്ഥലത്ത് ഏൽപ്പിക്കുക. കുറിവാക്യം വായിച്ച പോലെ ആ രക്തസവക്രിയ സ്ത്രീയുടെ വിടുതൽ എപ്രകാരം ലഭിച്ചു എന്നുള്ളതാണ് നമ്മൾക്ക് വേണ്ടത്. അവിടെ ജീവിതത്തിലെ ആ ദൈവത്തോടുള്ള അന്ധമായിട്ടുള്ള വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ്. ഒരു സക്കായിയെ നമുക്ക് ഓർമ്മയുണ്ട്. ഒന്ന് കാണാൻ വേണ്ടി വന്നതാ സക്കായി, അല്ലേ? എന്നാൽ കാണാൻ വന്നവന്റെ വീട്ടിൽ പോയി പന്തിയിരുന്നവനാണ് എൻ്റെ അപ്പൻ. എൻ്റെ യേശുവിന്റെ സ്നേഹം അത്രയാണ്. ഒരുത്തൻ എന്നെ കാണാൻ വന്നാൽ ഞാൻ അവന്റെ കൂടെ ചെല്ലുമെന്ന് പറഞ്ഞവൻ. അതുകൊണ്ടാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നില്ല, നമ്മൾ സ്നേഹിക്കാൻ, അതുകൊണ്ടാണ് നമ്മുടെ കൂടെ ദൈവം വരാത്തത്. നമ്മൾ എവിടെ നമ്മുടെ ജീവിതത്തിൽ ക്രമീകരണം നടത്തി ദൈവസന്നിധിയിലേക്ക് ഒന്ന് മടങ്ങി വരുന്നോ, അവിടെ സ്വർഗത്തിലെ ദൈവം നമ്മൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്നവനാണ്. ഇന്ന് പകൽ ഈ വചനം നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിനകത്തെ ഒരു നിഴലായി തീരണം. മറ്റൊന്നുമല്ല, ഒരു വിടുതലല്ല, ഒരു നിഴലായി നമ്മുടെ ഇത് കൂടെ കൊണ്ടുപോകണം. ഈ വചനത്തെ നമ്മുടെ ഹൃദയ പലകയിൽ ഇതിനെ നിറയ്ക്കണം. ഇതാര് പറഞ്ഞു, എന്തു പറഞ്ഞു എന്നുള്ളതല്ല. വചനം അത് ജീവനും ചൈതന്യവുമാകും. അത് നമ്മുടെ ജീവിതത്തിനകത്തെ ഒരു പലകയായി, ഒരു കൽപ്പനയായി നമ്മൾ ഇതിനെ ഉറപ്പോടെ, കർത്താവേ ഞാൻ നിന്നിൽ നിന്ന് അകന്നു പോയത്, കർത്താവേ ഏത് വിഷയമാണെങ്കിലും ഇന്നും പകൽ ഞാൻ അതിനെ തിരുസന്നിധിയിൽ താഴ്ത്തിയെത്തിക്കുന്നു. ആ ക്രൂശനെ ഒന്ന് നമ്മൾ ഹൃദയത്തിലേക്ക് ഒന്ന് ചിന്തിച്ചേ. ആ ക്രൂശന്മേൽ എൻ്റെ പിതാവ്, എൻ്റെ അപ്പൻ സഹിച്ച നിന്ന, എന്തിനു വേണ്ടിയായിരുന്നു നിന്ന സഹിച്ചത്?
എന്തെങ്കിലും പാപമോ കുറവോ ബലഹീനതയോ ചെയ്തിട്ടാണോ? അല്ല. എന്റെ നിന്നയെ ചുമന്നുകൊണ്ട്, എന്റെ ശാപത്തെ വഹിച്ചുകൊണ്ട്, എന്റെ പരിഹാസത്തെ വഹിച്ചുകൊണ്ട്, എന്റെ കഷ്ടതയെ ചുമന്നുകൊണ്ടാണ് എന്റെ അപ്പൻ ആ ക്രൂശിന്മേൽ അവസാനത്തുള്ള രക്തം ചിന്തത്. കാരണം നിന്നെ എനിക്ക് വേണം. നീ എന്റെ മകനാണ്, നീ എന്റെ മകളാണ്. ആ ഉറപ്പും ധൈര്യത്തോടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ വചനം നമ്മൾ സ്നേഹത്തോടെ കരുതലോടെ നമ്മൾ പറഞ്ഞ ഒറ്റ കാര്യമാണ്, നമ്മുടെ അടുത്തിരുന്ന വ്യക്തി എന്തെങ്കിലും ഭാരത്തോടെ ആണെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കുക, സഹോദര എന്താണ് നിന്റെ പ്രതിഫലം? ദേവദാസൻ ആദ്യം തന്നെ പറഞ്ഞാണ്, മറ്റുള്ളവരെ വിഷയങ്ങളെ അറിഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദിവസം നമ്മൾ കടപ്പെട്ടിരിക്കണം. ഞാൻ അതുകൊണ്ട് മാത്രമാണ് ഇതെടുത്തത്. നമ്മൾ മറ്റുള്ളവർക്ക് പ്രയോജനമായി തീരുവാൻ, മറ്റുള്ളവർക്ക് ഒരു പത്രമായി തീരുവാൻ, നമ്മളെ കണ്ടു വായിക്കുവാൻ തക്കണം. ഈ ദിവസങ്ങൾ നമ്മളെ ഓരോരുത്തരും ദൈവം ഒരുക്കട്ടെ. ദൈവം ഓരോരുത്തരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. സമയം തന്ന കർത്താവിന്റെ ദാസനോട് നന്ദി അറിയിക്കുന്നു. കേട്ട നിങ്ങൾക്കും ഇതൊരു അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.